ഓം ശാന്തി. ശാന്തചിത്തനായി ഞാൻ എൻ്റെ സങ്കല്പശക്തിയെ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഏകാഗ്രമാക്കുന്നു. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ചൈതന്യ നക്ഷത്രത്തെ കാണുന്നു. ശരീരബോധം മറന്ന് കേവലം ആത്മബോധത്തിലിരിക്കുന്നു. ഞാൻ കേവലം ഒരു തിളങ്ങുന്ന നക്ഷത്രമായി അനുഭവം ചെയ്യുന്നു. ഞാൻ ചൈതന്യ നക്ഷത്രം ഈ സ്ഥൂല ലോകത്തെ ഒഴിവാക്കി ചൈതന്യ നക്ഷത്രങ്ങളുടെ ലോകത്തിലേക്ക് പരമധാമത്തിലെത്തുന്നു. എൻ്റെ ദിവ്യ നയനങ്ങളാൽ ജ്ഞാനസൂര്യനെ പരമാത്മതാരാമണ്ഡലത്തിൽ കാണുകയാണ്. അനേകം തിളങ്ങുന്ന നക്ഷത്രങ്ങളിൽ ഞാൻ അതിയായി തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. ജ്ഞാനസൂര്യൻ്റെ തീർത്തും സമീപത്ത് ഞാൻ ജ്ഞാനനക്ഷത്രമിരിക്കുന്നു. ജ്ഞാനസൂര്യ ശിവബാബയുടെ അനന്ത കിരണങ്ങൾ ഞാൻ നക്ഷത്രത്തിനു മേലെ പതിക്കുന്നു. പരമാത്മപ്രകാശവും പരമാത്മശക്തികളും ഞാൻ എന്നിൽ നിറക്കുകയാണ്. പരമാത്മജ്ഞാനം ധാരണ ചെയ്ത് ഞാൻ സമ്പന്നമാകുന്നു, സന്തുഷ്ടമാകുന്നു. ഇപ്പോൾ ജ്ഞാനസൂര്യ ബാബ സങ്കല്പങ്ങളുടെ ഭാഷയിൽ പറയുന്നു, കുട്ടി, നീ ആത്മീയ ജ്ഞാനത്തിലൂടെയും ശക്തികളിലൂടെയും വിശ്വത്തിലെ ആത്മാക്കളുടെ സഹായം ചെയ്യണം. അലയുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തണം. സർവരുടെയും ദുഃഖം ദൂരെയാക്കി സന്തോഷം നൽകണം. ഞാൻ അനുഭവം ചെയ്യുന്നു, ബാബയുടെ ആജ്ഞാനുസാരം പരമധാമത്തിൽ നിന്നും ഞാൻ താഴേക്കിറങ്ങി ഫരിസ്താ സ്വരൂപത്തിൽ വിശ്വഗ്ലോബിന് മുകളിൽ അവതരിച്ചിരിക്കുന്നു. ഞാൻ മുഴുവൻ വിശ്വത്തെയും കാണുകയാണ്. മുഴുവൻ വിശ്വത്തിലും കോലാഹലമാണ്. നാലു ഭാഗത്തും അശാന്തികളുടെയും ഹിംസകളുടെയും കൂളിളക്കമാണ്. സത്യപരമാത്മാവിനെ അറിയാത്തത് കാരണം അലയുന്ന ആത്മാക്കളെ കണ്ട് എനിക്ക് ദയ തോന്നുന്നു. ആത്മാക്കൾക്ക് ജ്ഞാനസൂര്യ ശിവബാബയുടെ ദിവ്യപ്രകാശം എന്നിലൂടെ മുഴുവൻ വിശ്വത്തിലെത്തുന്നു. ഞാൻ ജ്ഞാനത്തിൻ്റെ പ്രകാശവും ശക്തിയും വിശ്വത്തിലെ ആത്മാക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മീയ സോഷ്യൽ വർക്കർ ഈ സമയത്ത് പരിതസ്ഥിതികളെ മറികടക്കാൻ ശക്തി നൽകുന്നു. സർവർക്കും ധൈര്യം നൽകുന്നു.
ലൈറ്റ് ഹൗസായി സർവർക്കും ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശം നൽകുന്നു. ആത്മീയ വഴി കാണിച്ചു കൊടുക്കുന്നു. ആത്മാക്കൾ തങ്ങളിൽ ശീതള ജലം നിറയുന്ന അനുഭവം ചെയ്യുന്നു. ഞാൻ ഫരിസ്ത സാകാര സൃഷ്ടിയിലെത്തുന്നു. സ്വയം തന്നെ കാണുന്നു. സാകാര ബ്രാഹ്മണ സ്വരൂപത്തിൽ ആത്മീയ സേവ ചെയ്യുന്നു. അക്ഷീണമായി സ്നേഹത്തോടെ ആത്മീയ സേവ ചെയ്യുന്നു. ആത്മാക്കളുടെ മംഗളം ചെയ്യുന്നു. ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഓരോ കർമ്മവും ചെയ്യുന്നതിലൂടെ നിർവികാരിയായി മാറുന്നു. ബാബയുടേതായി നല്ല രീതിയിൽ പഠിച്ച് പൂർണ്ണമായും പവിത്രമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ഉയർന്ന രാജ്യ പദവി പ്രാപിക്കുന്നു. ബാബ പതിത പാവനൻ സർവാത്മാക്കളുടെയും പിതാവാണ്. മനസ്സും ബുദ്ധിയും ആത്മാവിൻ്റെ അവയവങ്ങളാണ്. ബാക്കി എല്ലാം ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളാണ്. ബാബ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ വന്ന് ജ്ഞാനം നൽകുന്നു. ഞാനിപ്പോൾ സംഗമയുഗത്തിലാണ്. ബാബ എന്നെ പവിഴ ബുദ്ധിയാക്കി മാറ്റുന്നു. ബാബ തോണിക്കാരനാണ്. ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ആത്മാക്കളെ ബാബ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ പരമാത്മാവിൻ്റെ ശ്രീമതത്തിലൂടെ നടന്ന് ശ്രേഷ്ഠാചാരിയാകുന്നു. പുരുഷാർത്ഥമനുസരിച്ച് ഉയർന്ന പദവി നേടുന്നു. ശ്രീമതം പറയുന്നു, പൂർണ്ണമായും പവിത്രമാകൂ, വൈഷ്ണവനാകൂ, വിഷ്ണുപുരിയുടെ രാജ്യഭാഗ്യം നേടൂ. ബാബയുടെ നിർദ്ദേശമാണ് യോഗബലത്തിലൂടെ കർമ്മക്കണക്കുകൾ അവസാനിപ്പിച്ച് പാവനമാകൂ. ജ്ഞാനചിതയിലിരുന്ന് പരിപൂർണമായി പവിത്രമാകൂ. ഒരിക്കലും അശാന്തരാകരുത്. ശാന്തി സ്വധർമ്മത്തിൽ കഴിയണം. ഞാൻ ബാബ നൽകിയിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ശബ്ദത്തിനു ഉപരിയിൽ സ്ഥിതി ചെയ്ത് സർവഗുണങ്ങളുടെയും അനുഭവം ചെയ്യുന്നവരായ മാസ്റ്റർ ബീജരൂപമാകുന്നു. മാസ്റ്റർ ബീജരൂപനായി ശാന്തിയോടൊപ്പം ജ്ഞാനവും അതീന്ദ്രിയ സുഖവും സ്നേഹവും ശക്തിയും ആനന്ദവും അനുഭവം ചെയ്യുന്നു. ഇതിൽ സർവഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു. നന്മയെ ധാരണ ചെയ്യൂ, എന്നാൽ നന്മയിൽ പ്രഭാവിതരാകരുത്. ഓം ശാന്തി.